ഒരു കോവയ്ക്ക ക്യാപ്സിക്കം മെഴുക്കുവരട്ടി ആയാലോ? ആദ്യം കുറച്ച് തൈര് സാദം കേർഡ് റൈസിന് കടുവറക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്തിട്ട് ഇതിൽ തന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ തൈര് സാദത്തിന് ചിലപ്പോൾ ഞാൻ കപ്പലണ്ടി ഇടാറ്. ഇന്ന് ഞാൻ പൊട്ടുക്കടല ഇട്ടു. എന്ന് വെച്ചാൽ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതില്ലാതെ കപ്പലണ്ടി വറുത്ത് കുറേ കഴിച്ചു. അതുകൊണ്ട് തൈര് സാദത്തിൽ ഇന്ന് പൊട്ടുക്കടല ഇട്ടു. ഭയങ്കര വലിയ കുക്കിംഗ് സ്പെഷ്യലായിട്ടുള്ള കൂട്ടാനൊന്നുമല്ല. നമ്മുടെ സാധാരണ കോവയ്ക്ക അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാപ്സിക്കം കൂടെ ഇട്ട് ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിലപ്പോഴേ ഉള്ളി ചേർക്കാറുള്ളൂ, ചിലപ്പോൾ ഉള്ളി ചേർക്കാറില്ല, അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യും. എനിക്കങ്ങനെ ഇഷ്ടമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കുക്കിങ്ങും ജോലിയും എല്ലാം കൂടെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇപ്പം എൻ്റേതൊരു ന്യൂക്ലിയർ ഫാമിലിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭക്ഷണ രീതി അങ്ങനെ ഇപ്പം രാവിലെ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് കഴിക്കില്ല, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് വൈകിട്ട് കഴിക്കില്ല, 5 കൂട്ടാനുണ്ടെങ്കിൽ ചോറ് ഇറങ്ങുള്ളൂ, അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലഘുവായിട്ടുള്ള രീതിയിൽ സാധാരണ ഭക്ഷണങ്ങൾ, നമ്മൾ സാധാരണ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് മീൽ പ്രിപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആഫ്റ്റർ ലഞ്ച് ഒരു ഐസ്ക്രീം ക്രേവിങ്. പിന്നെ വൈകിട്ട് നടക്കാൻ പോയി. നല്ല മഴക്കോളുണ്ടായിരുന്നു. നടന്ന സമയത്ത് മഴയൊന്നുമില്ല. ഇതവിടുത്തെ ഒരു ചെറിയ ഫൗണ്ടനാണ്. ഈ പാർക്കിൽ ബൊഗെയിൻവില്ലകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്ക് മഴ ചാറി